Hi everyone, welcome to our next video which is about bilinear transformation method for the analysis of stability of discrete time systems. This is a topic from 5th module of signals and systems. So in the last video we have covered the Jury's test, which is a method for the stability of for the analysis of the stability of discrete time system. Okay, here bilinear transformation is another method for the stability analysis or stability check of discrete time systems. Here the procedure is that we have given a discrete time system characteristic equation and check the stability using bilinear transformation. So we can use the Jury's test for the stability analysis of any discrete systems, but if we are asked to do the stability analysis by means of bilinear transformation method, we need to follow that method. So in bilinear transformation, the main principle behind that is we are converting the characteristic equation from Z domain to S domain or some other domain which is equivalent to S domain, or we are converting the characteristic polynomial of the discrete time system to continuous time domain. Okay, by using the substitution Z equals 1 plus R divided by 1 minus R, where R is a variable in continuous time domain. Okay, അപ്പോൾ Z equal to 1 plus R divided by 1 minus R എന്നുള്ളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്ത് നമുക്ക് ഏതൊരു ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റത്തിൻ്റെയും ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനെ കണ്ടിന്യൂസ് ടൈം ഡൊമൈനിലോട്ട് കൊണ്ടുവരാം എന്നാണ് പറയുന്നത്. ഓക്കെ, കണ്ടിന്യൂസ് ടൈം ഡൊമൈനിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യണമെങ്കിൽ ജൂറിസ് ടെസ്റ്റ് അല്ല, റൂത്ത് ഹർവിറ്റ് സ്റ്റെബിലിറ്റി ടെസ്റ്റാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് ബൈലീനിയർ ട്രാൻസ്ഫോർമേഷനിൽ നമ്മൾ ചെയ്യുന്നത്. ഒരു സിസ്റ്റം തരും, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനെ Z ഡൊമൈനിൽ നിന്ന് അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് ടൈം ഡൊമൈനിൽ നിന്ന് കണ്ടിന്യൂസ് ടൈം ഡൊമൈനിലോട്ടാക്കും. അതിനുശേഷം റൂട്ട് സ്റ്റെബിലിറ്റി അനാലിസിസ് വെച്ചിട്ട് സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യുന്നു. എന്നിട്ട് സിസ്റ്റം സ്റ്റേബിൾ ആണോ അല്ലയോ നോക്കും. സ്റ്റേബിൾ ആണെങ്കിൽ ദാറ്റ് ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റം ഈസ് സ്റ്റേബിൾ. സ്റ്റേബിൾ അല്ല എന്ന് കാണുകയാണെങ്കിൽ ദാറ്റ് ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റം ഈസ് അൺസ്റ്റേബിൾ. അങ്ങനെയാണ് നമ്മൾ ഫൈനലൈസ് ചെയ്യുക. അപ്പോൾ ഒരു ക്വസ്റ്റ്യനായിട്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് ചെയ്ത് നോക്കാം. തന്നിരിക്കുന്നത് എങ്ങനെയാണ്: ചെക്ക് ദ സ്റ്റെബിലിറ്റി ഓഫ് ദി സിസ്റ്റം വിത്ത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ Z² + 0.2Z + 0.1 = 0 യൂസിങ് ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ മെത്തേഡ്. സോ ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ ഓർക്കണം, Z equal to 1 plus R divided by 1 minus R എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. സോ നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനെ നമ്മളൊന്ന് ഡയറക്റ്റ് എടുത്തെഴുതി, ദെൻ Z equal to 1 plus R by 1 minus R എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ഈ ഇക്വേഷനിൽ കൊടുക്കുന്നു. സോ ഫസ്റ്റ് ടേം Z² ആണ്. സോ അതിനെ മാറ്റുമ്പോൾ എങ്ങനെ വരും? 1 plus R divided by 1 minus R the whole square എന്ന് വരും. ഇവിടെ ഈ സെഡിനെ മാറ്റുമ്പോൾ 0.2 into Z എന്നാണ്. സോ 0.2 into Z-ന് പകരം 1 plus R divided by 1 minus R. ദെൻ 0.1ൻ്റെ കൂടെ Z ഒന്നുമില്ല, 0.1 അങ്ങനെ തന്നെയാണ്, ഈക്വൽ ടു 0. ഇങ്ങനെയാണ് ഈ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ ഒരു രീതിയിൽ മാറും. ഇനി ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം? മൊത്തത്തിൽ ഇതിൻ്റെ ഡിനോമിനേറ്ററിനെ കോമൺ ആയിട്ട് 1 minus R² എന്നുള്ള ഡിനോമിനേറ്റർ ആക്കണം. ഇപ്പോൾ ഡിവൈഡഡ് ബൈ 1 minus R² എന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡിനോമിനേറ്റർ 1 minus R² ആക്കുകയാണെങ്കിൽ ഇവിടെ ഈ ടേമിൻ്റെ ഡിനോമിനേറ്ററിൽ 1 minus R² തന്നെയാണ്. അപ്പോൾ ന്യൂമറേറ്റർ ടേം അതുപോലെ തന്നെ ഇട്ടാൽ മതി. ഇവിടെ രണ്ടാമത്തെ ടേം നോക്കുമ്പോൾ ഇതിൻ്റെ ഡിനോമിനേറ്ററിൽ ആക്ച്വലി 1 minus R എന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമ്മൾ അവൻ്റെ ഡിനോമിനേറ്റർ എന്താക്കി? 1 minus R² എന്നാക്കി. അതായത് ഡിനോമിനേറ്ററിൽ ഒരു 1 minus R കൊണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. ആ സെയിം പ്രൊസീജിയർ മുകളിലും ന്യൂമറേറ്ററിലും ചെയ്യാം, അല്ലെങ്കിൽ ന്യൂമറേറ്റർ സെയിം ആവില്ലല്ലോ, ആ ഫ്രാക്ഷൻ സെയിം ആവില്ല. അപ്പോൾ ഡിനോമിനേറ്ററിൽ 1 minus R കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് 1 minus R² നമുക്ക് ഇവിടെ എഴുതാൻ പറ്റിയത്. അതുകൊണ്ട് തന്നെ ന്യൂമറേറ്ററിൽ 1 minus R കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്താവും ന്യൂമറേറ്റർ? 0.2 into 1 plus R into 1 minus R. അതാണ് ഇവിടെ എഴുതിച്ചത്. ദെൻ പിന്നത്തെ ടൈം 0.1 ആണ്. അതിൻ്റെ ഡിനോമിനേറ്ററും 1 minus R² നമ്മളാക്കിയേക്കണം. പക്ഷെ ഇവിടെ ഡിനോമിനേറ്ററേ ഇല്ല. അപ്പോൾ ഡിനോമിനേറ്ററിൽ നമ്മൾ ആക്ച്വലി മൾട്ടിപ്ലൈ ചെയ്ത് 1 minus R² ഉണ്ടാകും. ആ സെയിം ടൈം കൊണ്ട് ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് 0.1 into 1 minus R² എന്നാണ്. ഇങ്ങനെ ചെയ്യാം. ഈക്വൽ ടു 0 എന്ന് വരും. ഈ ഡിനോമിനേറ്റർ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകാം. സോ 0 into 1 minus R² എന്ന് പറയുമ്പോൾ 0 ആയിപ്പോൾ.
സോ നമുക്ക് ആ ന്യൂമറേറ്റർ ടേം ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും. അതാണ് ഇവിടെ എഴുതി വെച്ചേക്കണേ, ന്യൂമറേറ്റർ ടേം ഈക്വൽ ടു 0. ഇനി ഈ ഓരോ ടേംസിനും എക്സ്പാൻഡ് ചെയ്യണം. 1+r² a+b² വെച്ച് എക്സ്പാൻഡ് ചെയ്യുക. ഇവിടെ a-b² വെച്ച് എക്സ്പാൻഡ് ചെയ്യുക. ഇതിനെ എന്ന് എക്സ്പാൻഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് എക്സ്പാൻഡ് ചെയ്യുക. ഇങ്ങനെ വരും. 1+r × 1 - r എന്ന് വെച്ചാൽ 1² a+b × a-b a² - b² അല്ല, അതുപോലെ തന്നെ 1 - r² എന്ന് എഴുതി. ഞാൻ അതൊക്കെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞ് കോൺസ്റ്റൻറ്റ് ടേംസിനെല്ലാം കൂടെ ഒന്നിച്ചാക്കുക. ആറിൻ്റെ ടേംസിനെല്ലാം കൂടെ ഒന്നിച്ച് നമുക്ക് ആഡ് ചെയ്യാം. 6 ഇവിടെ ഇത് ഒന്നിച്ചാക്കുക. r² ടേംസിനെല്ലാത്തിനും കൂടെ ഒന്നിച്ചാക്കുക. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഒറ്റ സിമ്പിൾ ഇക്വേഷൻ കിട്ടും. ക്വാഡ്രാറ്റിക് ഇക്വേഷനായിട്ട് കിട്ടി. 0.9r² + 1.8r + 1.3 = 0. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? ആ ഇക്വേഷനായി, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനായി. അത് കണ്ടിന്യൂസ് ടൈം ഡൊമൈനിലുള്ള ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഈക്വലൻ്റ് ആണ്. അപ്പോൾ കണ്ടിന്യൂസ് ടൈം ഡൊമൈനിലാണെങ്കിൽ ഇത്ര കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്ത് ചെയ്യണം? റൂട്ട് സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയ വെച്ചിട്ടാണ് സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ റൂട്ട് സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയയിൽ പറയുന്നത് നെസസറി കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആണോ നോക്കുക. നെസസറി കണ്ടീഷൻസ് പറയുന്നത് ഓൾ ദ കോഎഫിഷ്യൻസ് ഷുഡ് ബി പോസിറ്റീവ് ആൻഡ് ദർ ഷുഡ് നോട്ട് ബി എനി മിസ്സിംഗ് ടേംസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എല്ലാ കോഎഫിഷ്യൻറ്റും പോസിറ്റീവ് തന്നെയാണ്. മിസ്സിംഗ് ടേംസ് ഒന്നുമില്ല. r² ടേം ഉണ്ട്, r⁻1 ടേം ഉണ്ട്, r⁻0 ടേം ഉണ്ട്. ഓക്കെ, അപ്പോൾ നെസസറി കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആണ്. സോ സഫിഷ്യൻറ്റ് കണ്ടീഷൻസ് ചെക്ക് ചെയ്യണം. സഫിഷ്യൻറ്റ് കണ്ടീഷൻസ് എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് അറേ വേണം എങ്കിൽ മാത്രമേ സഫിഷ്യൻറ്റ് കണ്ടീഷൻ നോക്കാൻ പറ്റുള്ളൂ. റൂട്ട് അറേയിലെ ഫസ്റ്റ് കോളത്തിലെ എല്ലാ എലമെൻറ്റ്സും പോസിറ്റീവ് ആവണം എന്നുള്ളതാണ് സഫിഷ്യൻറ്റ് കണ്ടീഷൻ. സോ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് റൂട്ട് അറേ എഴുതി. റൂട്ട് അറേയിൽ ഫസ്റ്റ് 2 റോ കിട്ടും. 3rd റോ കിട്ടണമെങ്കിൽ ഡിറ്റർമിനൻറ്റിൻ്റെ റിവേഴ്സ് എടുക്കണം, ഡിവൈഡഡ് ബൈ 1.8 ചെയ്യണം. അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുക 1.3 എന്നാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഫസ്റ്റ് റോയിലെ എല്ലാ എലമെൻറ്റ്സും പോസിറ്റീവാണ്. ഹെൻസ് ദ ഗിവൺ ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റം ഈസ് സ്റ്റേബിൾ. ഓക്കെ, അതാണ് ഇതിൽ കിട്ടുന്ന കൺക്ലൂഷൻ. ഓക്കെ, അപ്പോൾ ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ മെത്തേഡിൽ നമുക്ക് ജൂറിസ് ടെസ്റ്റ് വെച്ചിട്ടല്ല സ്റ്റെബിലിറ്റി കണ്ടുപിടിക്കുന്നത്, റൂട്ട് സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയ വെച്ചിട്ട് തന്നെയാണ്. പക്ഷെ തന്നിരിക്കുന്ന ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനെ കണ്ടിന്യൂസ് ടൈം ഡൊമൈനിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യും ബൈ യൂസിങ് ദ സബ്സ്റ്റിറ്റ്യൂഷൻ z = 1+r / 1 - r. മാറിപ്പോയത് പ്ലസ് ടൈം ആണ് ന്യൂമറേറ്ററിൽ, മൈനസ് ടൈം ആണ് ഡിനോമിനേറ്റർ. 1+r / 1 - r. ഓക്കെ, ആ ഇക്വേഷൻ മാത്രം ഒന്ന് ഓർത്തിരിക്കുക. റൂട്ട് സ്റ്റെബിലിറ്റി അനാലിസിസ് വേണം അതിനുശേഷം ചെയ്യാനായിട്ട്. ഓക്കെ, ഇത്രയാണ് ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ മെത്തേഡ് ഫോർ ദി സ്റ്റെബിലിറ്റി അനാലിസിസ് ഓഫ് discrete time systems. Okay, thank you.